നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് വെങ്ങണിശ്ശേരിയിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. കുന്നംകുളം അക്കിക്കാവ് പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്നിൽ BJP ബൂത്ത് പ്രസിഡന്റിന് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി അതിക്രമം നടത്തിയതിന് മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥി അനീഷ് കുമാർ കളക്ടർക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി. ചേർപ്പ് വെങ്ങണിശ്ശേരിയിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. വെങ്ങണിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ കൊല്ലപ്പെട്ട കേസിൽ അയൽവാസിയായ പ്രതി അറസ്റ്റിലായി. വെങ്ങണിശ്ശേരി പുത്തൂർ വീട്ടിൽ 42 വയസ്സുള്ള പ്രിൻഡോ ഫ്രാൻസിസ് ആണ് അറസ്റ്റിലായത്. വെങ്ങണിശ്ശേരി തോറാട്ടിൽ രാജു ജോർജിനെയാണ് ഇയാൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാത്രി 4 സുഹൃത്തുക്കൾ ഒന്നിച്ച് രാജുവിന്റെ വീടിന്റെ പിൻഭാഗത്തെ ഒഴിഞ്ഞ മുറിയിൽ മദ്യപാനം തുടങ്ങുകയും പിന്നീട് പുലർച്ചെ 2 മണിക്ക് മുൻപായി 4 സുഹൃത്തുക്കൾ മടങ്ങിപ്പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജുവും പ്രിൻഡോയും ചേർന്ന് മദ്യപിക്കുന്നതിനിടയിൽ രാജുവിന്റെ മകളെ കുറിച്ച് പ്രിൻഡോ അപമര്യാദയായി പെരുമാറിയതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിനും പിന്നീട് കൊലപാതകത്തിനും കലാശിച്ചത്. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ജീവനക്കാരനായിരുന്ന രാജു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. 2 ആഴ്ച അവധി കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കെയാണ് ദാരുണമായ കൊലപാതകം നടന്നത്. പ്രതി പ്രിൻഡോ ഫ്രാൻസിസിനെ സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്നംകുളം അക്കിക്കാവ് പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പോർക്കുളം കമ്പിപ്പാലം സ്വദേശി ചുങ്കത്ത് വീട്ടിൽ 80 വയസ്സുള്ള ജോബ്സൺ ജോബാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10:30 അപകടം സംഭവിച്ചത്. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. സബ് ഇൻസ്പെക്ടർ വാസുദേവൻ ഓട്ടുപാറയുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്നിൽ BJP ബൂത്ത് പ്രസിഡന്റിന് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. ആളൂർ കൊറ്റനല്ലൂർ സ്വദേശികളായ പാണ്ടിപ്പറമ്പിൽ വീട്ടിൽ അമൽ, ആലങ്ങാടൻ വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതിയായ വേളൂക്കര ഡോക്ടർ പടി സ്വദേശി ചെമ്പ്രത്ത് വീട്ടിൽ സലോഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കോലോത്തുംപടി കളത്തേരി വീട്ടിൽ സുരേഷിനെയാണ് പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി അതിക്രമം നടത്തിയതിന് മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥി അനീഷ് കുമാർ കളക്ടർക്ക് പരാതി നൽകി. കണ്ടശാങ്കടവിൽ പ്രതാപനും കൂട്ടരും വോട്ടിംഗ് തടസ്സപ്പെടുത്തിയാണ് BJPയുടെ ബൂത്ത് ഏജന്റിനെ ആക്രമിച്ചത്. ഇക്കാര്യങ്ങൾ ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്നാൽ പ്രതാപൻ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആക്രമികളെ രക്ഷപ്പെടുത്തി മർദ്ദനമേറ്റയാളെ പ്രതിയാക്കാനാണ് ശ്രമം. മദ്യപിച്ചു എന്ന് വരുത്താൻ BJPയുടെ ബൂത്ത് ഏജന്റിനെ 2 ആശുപത്രികളിൽ പരിശോധിപ്പിച്ചു. വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് നൽകാൻ ആലപ്പാട് ആശുപത്രി ഡോക്ടറെ പോലീസ് സമ്മർദ്ദം ചെലുത്തി. കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പുറത്തു കിടക്കണം, ഇതിനുള്ളിൽ അക്രമം പാടില്ല എന്ന് അവര് പറയുന്ന സമയത്ത് അവരെയൊക്കെ തള്ളി മാറ്റി ബൂത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ അക്രമം മുഴുവൻ നടത്തുന്നത്. അപ്പൊ പ്രതാപൻ ഇവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നതും പുറത്തേക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതും ഒക്കെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. പ്രധാന ആളുകൾ ഉള്ളിലേക്ക് വിളിച്ചു കയറ്റുന്നതും അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നതും കൂടെ മുണ്ട് മണക്കം കുത്തി കൂടെ നടന്ന് തല്ലിക്കുന്നതും അവസാനം പുറത്തിട്ട് അയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അയാള് നിലത്ത് വീണ് ബോധരഹിതനായിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ മുണ്ട് വളച്ചു കുത്തിയൊന്ന് ആക്രോശിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ നൗഷാദ് എന്ന് പറയുന്ന ബ്ലോക്ക് മെമ്പർ പിന്നാലെ ഓട്ടി നടന്ന് ഇടിക്കുന്നത്, ഇതെല്ലാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ വാക്കാൽ പറയുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ
ശരിയാണോ എന്നുള്ളത് ദൃശ്യം പരിശോധിച്ച് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാണ്. ഞാനിവിടെ വിവരിച്ച മുഴുവൻ കാര്യങ്ങളും ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതുപോലെ ഈ ദൃശ്യങ്ങൾ നിരവധി ആളുകൾ, വോട്ടിങ്ങിന് വന്നിട്ടുള്ള നിരവധി ആളുകൾ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നതും ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം. 6 മണി വരെ അന്യായമായി തടങ്കൽ വെച്ചു പോലീസ്. ഇതൊക്കെ നിയമപരമായിട്ട് ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാനും ഹൈക്കോടതിയിൽ പോകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതാപന്റെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പണം കൊടുത്ത് വിലക്കെടുത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അയാൾക്ക് വേണ്ടി വിടുപണി ചെയ്യിപ്പിക്കുകയാണ് പ്രതാപൻ ചെയ്തത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കണ്ട ശകലങ്ങളിൽ നമ്മൾ കണ്ടത്. നീതി നടപ്പാക്കേണ്ട പോലീസ് അക്രമികളെ സംരക്ഷിച്ച് അക്രമത്തിനിരയായ ഒരു 65 വയസ്സുകാരൻ, ഒരു പാവപ്പെട്ടവനെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലീഗൽ ഡിറ്റൻഷൻ. അയാൾ പരിക്കേറ്റ അദ്ദേഹം ഇപ്പോഴും അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ്. പാലപ്പള്ളി പുലിക്കണ്ണിയിൽ കാട്ടാന ഇറങ്ങി സോളാർ വേലി തകർത്തു. പുലിക്കണ്ണി ടവർ പരിസരത്തെ വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലിയാണ് ആന തകർത്തത്. സംഭവം അറിഞ്ഞ നാട്ടുകാർ വിവരം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചുവെങ്കിലും രാത്രിയിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. മേഖലയിലെത്തിയ ആന വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടിലേക്ക് പോയതെന്ന് നാട്ടുകാർ പറയുന്നു. ആന തകർത്ത സോളാർ വേലി അധികൃതർ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചു. ചാലക്കുടി പുഴയിലെ പൂവിത്തങ്കൽ കടവിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കമംഗലം തക്കാനത്ത് വീട്ടിൽ 62 വയസ്സുള്ള അഗസ്റ്റിനാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനായ അഗസ്റ്റിൻ പൂവത്തെങ്കിൽ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഭാര്യയും മക്കളും കിഴക്കമ്പലത്താണ് താമസം. ഇയാൾ പുഴയിൽ കുളിക്കാനിറങ്ങിയതാണെന്നാണ് കരുതുന്നത്. ചാലക്കുടി പോലീസ് മേൽക്കട നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്കും ഓഫീസ് ജീവനക്കാർക്കും കുടിവെള്ളത്തിനായി സ്ഥാപിച്ച കിയോസ്ക് പ്രവർത്തനരഹിതമായി. ഇതിനു ചുറ്റും മാലിന്യ കൂമ്പാരം നിറഞ്ഞു. വിവിധ സർക്കാർ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് മിനി സ്റ്റേഷനിൽ ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് വന്നുപോകുന്നത്. മറ്റത്തൂർ വാസുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിൽ നിന്ന് 4 ഗ്രാമിന്റെ സ്വർണമാല, 10 ഗ്രാമിന്റെ വെള്ളിമാല എന്നിവ നഷ്ടപ്പെട്ടു. തിടപ്പള്ളിയുടെ ഓട് പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് അവിടെ വെച്ചിരുന്ന താക്കോൽ കൈക്കലാക്കി ശ്രീകോവിൽ തുറന്നാണ് മോഷണം നടത്തിയത്. മോഷണത്തിനു ശേഷം തിടപ്പള്ളിയിൽ താക്കോൽ തിരികെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നട തുറക്കാനെത്തിയപ്പോൾ ക്ഷേത്രവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അധികൃതർ പരിശോധന നടത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. ആളൂരിൽ ജോലിക്കിടെ ചുമട്ടുതൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. കോടാലി കൊരയച്ചാൽ സ്വദേശി 54 വയസ്സുള്ള പുറത്തുശ്ശേരി കുമാരനാണ് മരിച്ചത്. ആളൂർ NFSA ഗോഡൌണിൽ ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മാലിന്യത്തിൽ 1 പവന്റെ സ്വർണ്ണമോതിരം. ഉടമയെ കണ്ടെത്തി നൽകി അരിമ്പൂരിലെ ഹരിതകർമ്മ സേന അംഗം. അരിമ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് കൂടിയായ രാജീവ് മനോജിനാണ് സ്വർണ്ണമോതിരം മാലിന്യ ചാക്കിലിന്റെ ബാഗിൽ നിന്ന് കിട്ടിയത്. വെള്ളിയാഴ്ച പകൽ 11:30 അരിമ്പൂർ 17-ാം വാർഡിലെ നിരവധി വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ മറ്റൊരു ചാക്കിലേക്ക് വേർതിരിച്ച് മാറ്റുന്നതിനിടയിലാണ് ബാഗിൽ ചെപ്പിലായി സൂക്ഷിച്ച മോതിരം ശ്രദ്ധയിൽപ്പെട്ടത്. മോതിരത്തിൽ പേരുകുത്തിയിരുന്നതിനാൽ ഉടമയെ വേഗം തിരിച്ചറിഞ്ഞു. കൈപ്പുള്ളി സ്വദേശി ചക്കംകൂമരകത്ത് സജിത ശ്യാമിൻ്റെതായിരുന്നു മോതിരം. സ്വർണം കിട്ടിയ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലെത്തിയ സജിത മോതിരം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഓഫീസിൽ വൈസ് പ്രസിഡന്റ് നമ്പ്യ നിഖിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ജെയിംസ് പീറ്റർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഹരിതസേന കൺസോർഷ്യം പ്രസിഡന്റ് രാജീവ് മനോജ് ഉടമയ്ക്ക് മോതിരം കൈമാറി. 4 മാസം മുമ്പ് കാണാതായ മോതിരം വീട്ടിൽ എല്ലായിടങ്ങളിലും അന്വേഷിച്ചുവെങ്കിലും എവിടെയാണ് വെച്ചതെന്നറിയാതെ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു വീട്ടുകാർ. അബദ്ധത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട ചാക്കിൽ വീണുപോയതാകുമെന്നാണ് കരുതുന്നെന്ന് ഉടമ സജിത ശ്യാം പറഞ്ഞു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വൈലത്തൂർ സ്വദേശി തലക്കോട്ടൂർ ജോസ്, അക്കിക്കാവ് താഴശ്ശേരി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 5:30 പള്ളി റോഡിലാണ് അപകടം. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ തലപ്പള്ളി സിന്ധു, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലാണ് അപകടം നടന്നത്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മല്ലികാർജുന ബസ് മുന്നിൽ പോകുന്ന സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തിയിൽ കട തുറക്കാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പുതുശ്ശേരി സ്വദേശി 63 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. ചെറുതുരുത്തി സെന്ററിനോടുള്ള രാമകൃഷ്ണന്റെ ലോട്ടറി കടയിൽ ജോലി ചെയ്യുന്ന വിജയൻ കട തുറക്കാനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
പെരിങ്ങോട്ടുകര സർവ്വതോപദ്രം കലാകേന്ദ്രത്തിന്റെ 8ാമത് വാർഷിക ആഘോഷം സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സുവർണമുദ്ര പുരസ്കാരം നേടിയ സംഗീത സംവിധായകനും കർഷക ശ്രേഷ്ഠ പുരസ്കാരം കണ്ണൂർ സ്വദേശി ലെനീഷ് കോലേരിയും ഏറ്റുവാങ്ങി. AU ഋഷികേഷ് പണിക്കർ, AU രാഹുൽ പണിക്കർ, കലാമണ്ഡലം ഹരിദാസ് പണിക്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വളർന്നു തുടങ്ങുമ്പോഴേക്കും കുട്ടികളെ മറ്റ് ശീലങ്ങളിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകളൊക്കെ അതിൽ നിന്ന് അത്തരം മാലിന്യങ്ങളിൽ നിന്ന് അകറ്റുന്ന കല മാത്രമാണ് ശരിക്കും. നല്ല സംഗീതം, നല്ല നൃത്തം, നല്ല ചിത്രകല, അങ്ങനെ കലാപരമായ മേന്മകൾ അല്ലെങ്കിൽ അതിന്റെ കൗതുകം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സ് പലരിൽ നിന്നും വ്യതിചലിക്കുന്നത്. ഞാനിപ്പോ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ ചാനലുകളിൽ നിന്ന് ആളുകളുടെ ചർച്ച നടത്തി പരസ്പരം ചെയ്ത് ഞാനിപ്പോ ന്യൂസ് വെക്കാറില്ല, ന്യൂസിൽ ചർച്ച കാണാറില്ല. കാരണം നമ്മുടെ വെറുതെ മനസ്സ് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വീകരണ മുറിയിൽ മറ്റുള്ള ആളുകൾ വഴക്കൂടുന്നത് കാണണ്ട എന്ന് വിചാരിക്കും. ആ നേരത്തെ നമുക്ക് നല്ല പാട്ട് കേട്ടാൽ എന്ത് സന്തോഷമാണ്. അതിമനോഹരമായ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ കേട്ടത്. 8 വർഷമായിട്ട് ഈ ഒരു കലാകേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതിന്റെ പ്രവർത്തകരുടെയും സംഘാടകരുടെയും അതിനീ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും കുട്ടികളൊക്കെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂക്കുപൊത്താതെ വീടിനകത്തും പുറത്തും കഴിയാനാകാത്ത ദുരവസ്ഥയിൽ മുൻ അധ്യാപിക. മാള മാമ്പുള്ളി റോഡിൽ താമസിക്കുന്ന ലിസി ഡേവിസ് ആണ് ദുരിതം അനുഭവിക്കുന്നത്. മാളച്ചാലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. 2 മാസം മുമ്പുണ്ടായ കനത്ത മഴയിൽ വീടിന് മുന്നിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. വെള്ളമൊഴുകി പോകാതെ കെട്ടിക്കിടന്നാണ് ദുർഗന്ധം രൂക്ഷമായത്. കിണറിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ദുർഗന്ധത്തിനൊപ്പം കൊതുകു ശല്യവും രൂക്ഷമായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മാലിന്യം നീക്കം ചെയ്ത് ശുചീകരണം നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ലിസിയുടെ ആവശ്യം. 1.5 മാസം കഴിഞ്ഞു വെള്ളം കെട്ടിക്കിടക്കണം. അതൊരു മഴ ജനുവരി ലാസ്റ്റോട് കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. 24 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുക മാത്രമല്ല, ഇത് മാലിന്യം നിറഞ്ഞതും ദുർഗന്ധം. ഇതുമൂലം കൊതുകിന്റെ വ്യാപനവും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി കിണർ വെള്ളം വരെ മലിനമാകുന്നു. പല തവണയായി പഞ്ചായത്തിലെ വേണ്ടപ്പെട്ട സെക്രട്ടറി, വാർഡ് മെമ്പർ, പ്രസിഡന്റ്, ഈ നാട്ടിലെ അത്യാവശ്യം പ്രമുഖരായ ആളുകൾ, ജില്ലാ മെമ്പർ, MLA, കളക്ടർ, എല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിനുള്ള പരാതി കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു. വെറുതെ ഒരു ലേശം കുമ്മായി ഇട്ട് പോയി. അതുകൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇതിനൊരു പരിഹാരം ചെയ്യാവുന്നതുള്ളൂ. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. പഴനില റോഡിലുള്ള പാറക്കുളത്തിന്റെ സമീപത്തുള്ള പറമ്പിൽ നിന്നും പട്ടയെടുക്കുന്നതിനിടയിലാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പ്രകോപിതനായ ആന ഇട്ടുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാരുടെ ഉടമയുടെയും നേതൃത്വത്തിൽ സമീപത്തെ പുതുശ്ശേരി കുമാരന്റെ പറമ്പിൽ ആനയെ സുരക്ഷിതമായി തളച്ചു. സംഭവത്തിൽ പരിക്കുകളോ നഷ്ടങ്ങളോ ഇല്ല. നിലവിൽ ആന ശാന്തനാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉടമസ്ഥർ അറിയിച്ചു. കയ്പമംഗലം ഐരൂർ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തേരുവരവ് ആഘോഷമായി നടന്നു. വിവിധ താളമേളങ്ങളോടെ വിളക്ക് പറമ്പിൽ നിന്നും ആരംഭിച്ച തേരുവരവ് രാത്രി 7 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആനയും കാവടിയാട്ടവും ബാൻഡ് മേളവും തേരുവരവിന് അകമ്പടിയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് വെങ്ങണിശ്ശേരിയിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ.
കുന്നംകുളം അക്കിക്കാവ് പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്നിൽ BJP ബൂത്ത് പ്രസിഡന്റിന് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി അതിക്രമം നടത്തിയതിന് മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് BJP സ്ഥാനാർത്ഥി അനീഷ് കുമാർ കളക്ടർക്ക് പരാതി നൽകി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.